ഇന്ന് നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയുടെ ആദ്യത്തെ ദിവസമാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വല്ലങ്ങി ശിവക്ഷേത്രത്തിലാണ്. നമ്മൾ ആനച്ചമയം കാണാൻ വേണ്ടി വന്നതാണ്. വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനച്ചമയം എന്ന് വെച്ചാൽ ആനകളുടെ ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടു. വളരെയധികം മനോഹരമായിരുന്നു ആ കാഴ്ച, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അതിനുശേഷം അവിടെ ആന ഉണ്ടായിരുന്നു, മേളം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഞങ്ങൾ അവിടെ മേളം കുറച്ച് ആസ്വദിച്ചു. നിങ്ങളൂടെ കേട്ടു നോക്കൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വല്ലങ്ങിയുടെ സാമ്പിൾ വെടിക്കെട്ട് പൊട്ടാൻ തുടങ്ങി. ഞങ്ങൾ അവിടേക്ക് ഒറ്റ ഓട്ടമാണ് കഴിച്ചത്. പടക്കം പൊട്ടിക്കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം തിരക്കായി. രാവിലെ തന്നെ എല്ലാവരും സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം അമ്പലത്തിൽ തൊഴുതാനും. പോലീസും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നെന്മാറ സൈഡ് പോയി. നെന്മാറയുടെ സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ടാണ് അടുത്തത് പോയിരിക്കുന്നത്. അവിടെയും പറയാതിരിക്കാൻ പറ്റില്ല, ഫുൾ തിരക്കായിരുന്നു. ഇരുട്ടായതുകൊണ്ട് അധികം ഒന്നും കാണുന്നില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവരതിനുള്ളൊക്കെ തുടങ്ങിയത്. വെയിറ്റിന് ശേഷം അതാ നമ്മുടെ പടക്കം പൊട്ടിത്തുടങ്ങി. പടക്കം പൊട്ടിത്തുടങ്ങിയതും പിന്നെ കൺട്രോൾ ഇല്ലാതെ മൊത്തം ജനങ്ങളും മുന്നിലോട്ടൊറ്റ ഓട്ടമാണ്. പിന്നെ നമുക്ക് വേറൊരു നിവർത്തിയില്ലായിരുന്നു. ഞങ്ങളും ഒന്നിച്ചോടി.
അങ്ങനെ സാമ്പിൾ ഒരുക്കിയിട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് ആകെ കുലുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. മൊത്തം തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ കൂടെ ഞങ്ങൾ പുറത്തേക്ക് കടക്കാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും പൊട്ടാൻ തുടങ്ങിയത്. ചാക്കോ പറക്കത്തിനോട് ഓടുന്നു പിന്നെ കണ്ടില്ല. അപ്പോട്ടോ ചാക്കോ പറക്കത്തിനൂടെ പോയി കാണാനില്ല. അവിടെ അങ്ങനെ ഞാനും അബിയും കൂടെ പുറത്തിറങ്ങി ആ തിരക്കുന്ന്. ഇപ്പോൾ ഏട്ടനും ശിശുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ ചെറുതായിട്ട് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പന്തൽ കാണാൻ വേണ്ടി പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ദാ അവർക്കായി വെയിറ്റിംഗ് ആണ്. അവർ വന്ന് ഞങ്ങൾ നെന്മാറ വല്ലങ്ങി പന്തൽ കാണാനായിട്ട് നടക്കുകയാണ്. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു. അവസാനം അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. മൊത്തത്തിൽ തിരക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുക്കിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിപ്പോണത്. കുറച്ച് പേടിയുണ്ട്, കാരണം കുട്ടിയൊക്കെ കയ്യിലുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം പല രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന വേലയാണ്, നമുക്ക് എൻജോയ് ചെയ്യണം. പാലക്കാട്ടുകാർ മാത്രമല്ല കേട്ടോ, ഇത് എല്ലാ ജില്ലക്കാരും ഒത്തുകൂടുന്നൊരു ടൈം കൂടെയാണ് വേല എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അത് കാണാനായി ഇതാ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി. ഇതാ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം പന്തൽ കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു, കാരണം നല്ല ചൂടുണ്ട്. കുറച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിലും ചൂട് തന്നെയാണ്. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പന്തലിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാനായി ഒരു സൈഡ് നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങളും കണ്ടോളൂ. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഒന്നുകൂടെ കണ്ട് ഫാമിലിയായിട്ട് ഒന്നുകൂടെ സ്പെൻഡ് ചെയ്തു. ആദ്യ ദിവസം കൂടുതലും ഫാമിലി വരുന്ന ദിവസമായിരിക്കും പന്തൽ കാണാനായിട്ട്. ഇനി നമുക്ക് നാളെ കാണാം, 3-ാം തീയതി. മെയിൻ വേലയാണ്, വെടിക്കെട്ടുണ്ടാവും, കുറേ വിശേഷങ്ങളുണ്ട്. പിന്നെ നാളൊരു സ്പെഷ്യൽ ഡേ കൂടെ ആണ്. അത് നാളത്തെ വ്ളോഗിൽ പറയാം, അത് സർപ്രൈസാണ്. അപ്പോൾ ബൈ ബൈ.